കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിന്നെ ഉപമിച്ചത് എന്തിനോടെന്നറിയോ? അല്ലാഹു നിന്നെ ഉപമിക്കുകയാണ്. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ, പറഞ്ഞാൽ അനുസരിക്കാതെ വരുമ്പോ, മക്കള് നല്ലതുപോലെ പഠിക്കാതെ വരുമ്പോ നീ പറയും, എന്താടാ നീ കഴുതയെ പോലെയായത്? മക്കള് പഠിക്കാതെ വരുമ്പോ, പറഞ്ഞ അനുസരിക്കാതെ വരുമ്പോ നമ്മൾ ചോദിക്കും, നീ എന്താടാ കഴുതയെ പോലെ നടക്കണേ? നീ എന്താ കഴുതയെ പോലെ നടക്കണെന്ന് ചോദിക്കൂലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ കലാമ് കേട്ടിട്ട് പരിഗണിക്കാത്തവൻ അവൻ കഴുതയെ പോലെയാ. അള്ളാഹു പറയുകയാ, അവൻ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത് കഴുതയിലേക്ക് അവനെ ഉപമിച്ചത്. മസലുഹും കമസലിൽ ഹിമാരി യഹ്മിൽ അസ്വഹ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ മറ്റൊരു ഭാഗത്ത്. എടാ, ഇങ്ങനെ ഇത്രയും നല്ല കാര്യങ്ങൾ അള്ളാഹുവിന്റെ കലാം നിന്റെ മുന്നിൽ ഓതി കേൾപ്പിച്ചിട്ട് ഫമാലഹും അനിത്തദ്ഖറതി മുഅരിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. ഖുർആൻ ചോദിക്കുകയാ, കഴുതയെ പോലെ ആകരുത് നീ. കഴുതയെ പോലെ നിന്നെ ഉപമിക്കുന്നത് ഒരു ഒന്നും ചിന്തിക്കാത്തവനെ പോലെ. ഇങ്ങനെ കേൾക്കുന്നു, കളയുന്നു, ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഉപമിക്കുകയാണ്. ഒന്നാമതായിട്ട് അല്ലാഹു ചോദിക്കുകയാ, നീയാണ് ഏറ്റവും വലിയ അക്രമി. രണ്ടാമത് അല്ലാഹു പറയുകയാ, നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കടന്നു പോകൂല. മൂന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. നാലാമതായിട്ട് അല്ലാഹു പറയുകയാ, മോനെ നിന്നെ കഴുതയിലേക്കാണ് അല്ലാഹു ഉപമിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹശർതനി